എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, നിനക്കൊരു കത്തെഴുതാൻ ഇത്രയും വൈകിയതിന് എന്നോട് ക്ഷമിക്കണം. മറന്നിട്ടല്ല, മറിച്ച് മറന്നൂന്ന് തോന്നിപ്പിച്ചത് കൊണ്ടാ. അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ എന്നെ വിശ്വസിപ്പിച്ചത്. 3 ദിവസം മുമ്പേ അങ്ങ് ദൂരെ ഒരു മിന്നായം പോലെ ഞാൻ നിന്നെ കണ്ടു. നീ ഇപ്പോഴും സുന്ദരിയാട്ടോ. ചുരുണ്ട മുടിയും തുടുത്ത കവിളും, പിന്നെ നിന്റെ എന്നത്തെയും ഇഷ്ടപ്പെട്ട ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടപ്പോ എൻ്റെ കണ്ണ് നിറഞ്ഞു. താൻ പണ്ട് കണ്ട ആളൊന്നല്ലടോ ഞാനിപ്പോ. എൻ്റെ സ്വപ്നങ്ങൾക്കൊന്നും പഴയ നിറമില്ല. ആരെങ്കിലും കുറുമ്പ് കാട്ടുന്നത് കണ്ടാൽ തന്നെ മനസ്സ് മടുപ്പിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ ഒരുമിച്ച് എത്ര സ്വപ്നങ്ങൾ കണ്ടല്ലേ. കളിച്ചു ചിരിച്ചു, കുറുമ്പ് കാട്ടി, അങ്ങനെ എന്തൊക്കെ സന്തോഷമായിരുന്നു. നിന്നിൽ നിന്ന് ഞാൻ അകന്നു തുടങ്ങിയത് എപ്പോഴോ എന്തോ അന്നു മുതൽ ഒരു ശൂന്യത തോന്നുന്നുണ്ട്. ഒരു മുഴുവനാകാത്തതുപോലെ. ഞാൻ മറന്നിട്ടൊന്നും ഇല്ല കേട്ടോ. എന്നെ എത്ര തല്ല നീ കൊള്ളിപ്പിച്ചിരിക്കുന്നത് ഓരോ കുറുമ്പ് കാട്ടിയിട്ട്. നിന്റെ കാഴ്ചകളൊക്കെ നല്ലതായിരുന്നു. പക്ഷേ എനിക്കൊപ്പം കൂടാൻ പറ്റിയില്ല. നമ്മൾ ഒരുമിച്ച് ഡാൻസ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ നീയേ? എനിക്ക് വീട്ടിൽ നിന്ന് നല്ല വഴക്ക് കിട്ടി. ഞാൻ കാരണം നീയും പങ്കെടുത്തില്ല മത്സരത്തിൽ. അതിപ്പോ എന്നും അങ്ങനെ ആയിരുന്നല്ലോ. ഞാനില്ലെങ്കിൽ നീയില്ല, നീയില്ലെങ്കിൽ ഞാനും ഇല്ല. ഇപ്പൊ പിന്നെ ഒരു ചുവട് പോലും വെക്കാൻ വയ്യ. വയസ്സായടോ, തന്നെ ഒന്നും അല്ല ഞാൻ. പിന്നെ എപ്പോഴാണാവോ നമ്മൾ ഇത്രയും കൂട്ടായിരുന്നിട്ട് പിരിയാൻ തുടങ്ങിയത്? പുതിയ ആളുകള്, ഉത്തരവാദിത്തങ്ങള്, ഭാരങ്ങള് ഒക്കെ ആയിരിക്കും നമ്മളെ അകറ്റിയത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ നിന്നെപ്പറ്റി ഓർക്കാറുണ്ട് കേട്ടോ. പഴയ പേടിയൊക്കെ ഉണ്ടോ ഇപ്പോഴും? നമ്മൾ പിരിഞ്ഞ ശേഷം താൻ എവിടെയായിരുന്നു? ഞാൻ കരുതി പുതിയ വല്ല കൂട്ടുകാരെയൊക്കെ കിട്ടിക്കാണുമെന്ന്. ഒരു കാര്യം പറയട്ടെ, ഞാനിത് പറയുന്നു എന്ന് വെച്ച് നീ വല്ലാതെ അങ്ങ് പൊങ്ങുമൊന്നും വേണ്ട. എന്നാലും പറയാം, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് താനാടോ. ഒരുപാട് മുഖങ്ങൾ സുഹൃത്തായും വഴികാട്ടിയായും ഗുരുവായും ഒക്കെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, തന്നോളം എന്നെ അറിഞ്ഞ ആരുമില്ല എന്ന്. ഇനി നമുക്കേ പഴയ പോലെ കൂട്ടായാലോ? മഴമേഘം കൊണ്ട് ഉടുപ്പ് തുന്നുന്ന, ചുറ്റും മഞ്ഞിൽ നിറഞ്ഞ് നടുവിൽ നമ്മൾ മാത്രം ഇരിക്കുന്ന, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരിക്കലും തീരാത്തതുപോലെ കിട്ടുന്ന, പിന്നെ വെള്ളത്തിന് മുകളിലൂടെ വീഴാതെ നടക്കുന്ന, അങ്ങനെ നമ്മുടേത്